ബിസ്മില്ല അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ മുനീറ കൊയിലാണ്ടി. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായമായ സൂറത്തുർ റഹ്മാനിലെ ആവർത്തിത വചനത്തെ തത്വപർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോടുകൂടെ ചേർന്നിരിക്കുന്നത്. ഇൻഷാ അള്ളാഹ്. 78 വചനങ്ങളിലായി 3 റുക്കുകളോടുകൂടി മക്കയിലാണ് സൂറത്തുർ റഹ്മാൻ അവതരിച്ചിട്ടുള്ളത്. മദീനയിലാണ് എന്നും അഭിപ്രായമുണ്ട്. അല്ലാഹു അഅലം. ഏവർക്കും കണ്ടറിയാൻ സാധിക്കുന്ന പ്രത്യേകതകളോടുകൂടിയാണ് ഈ അധ്യായത്തിൻ്റെ അവതരണം. ഉറുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ നവവധു എന്ന ഒരു ബഹുമതി പേരുകൂടെ ഈ അധ്യായത്തിനുണ്ട്. വിഷയത്തിൻ്റെ ഗൗരവത്തോടൊപ്പം ആസ്വാദന രസവും പാരായണ ഭംഗിയും ശ്രവണസുഖവും അത്യാകർഷമായി പ്രതിപാദിക്കുന്ന രീതിയും ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. പാരായണ വേളയിലും ശ്രവണവേളയിലും രോമാഞ്ചം കൊള്ളുന്നതും ഹൃദയത്തെ നടുക്കുന്നതുമായ ഒരു വചനം ജിന്നുകളെയും മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ഈ അധ്യായത്തിലൂടെ അള്ളാഹു പ്രതിപാദിച്ചിരിക്കുന്നു. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഫബി അയ്യി, അപ്പോൾ ഏതൊന്നിനെയാണ്, ആലാഇ റബ്ബിക്കുമാ, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ, തുകദ്ദിബാൻ, നിങ്ങൾ ഇരുവിഭാഗവും വ്യാജമാക്കുന്നത്. അള്ളാഹുവിൻ്റെ അനന്തമായ നന്മകളെ ഓർമ്മപ്പെടുത്തിയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന് കൂടുതൽ നന്ദിയുള്ളവരായി തീരുവാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണിത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്കേവർക്കും കണ്ടും കേട്ടും മനസ്സിലാക്കിയും അനുഭവിച്ചും അറിയാവുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഉദാഹരണമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അവൻ്റെ സംസാര ശക്തി, ജ്ഞാനം, ഭൂമിയുടെ സൗന്ദര്യം, ഭൂമിയിലെ വിഭവങ്ങൾ, ആകാശങ്ങൾ, സമുദ്രങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിങ്ങനെ വേണ്ട ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലേ. അതുപോലെ നാളെ പാരത്രിക ലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, സ്വർഗീയ സുഖാനുഭവങ്ങൾ, നരകം, നരകത്തിലെ അതികഠിന കഠോരമായ ശിക്ഷകൾ എന്നിവയൊക്കെ പറ്റി അള്ളാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അധ്യായത്തിലൂടെ ആവർത്തിച്ച് പറയുകയാണ്, ഇതിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ വ്യാജമാക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഈ വചനം ഒരു പാരായണത്തിലോ അല്ലെങ്കിൽ ഒരു ശ്രവണ സുഖത്തിലോ ഒതുക്കിക്കളയാതെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ പ്രേരണയാവേണ്ടതുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യം തന്നു അല്ലേ. എന്നിട്ട് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നാം അള്ളാഹുവിനോട് കാണിക്കുന്ന നിഷേധമല്ലേ അത്? നാം ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ ഒരുപാട് സമ്പത്ത് തന്നു, ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ട് നാം അതിന് എതിരായി പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നാം അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമല്ലേ അത്? അതുപോലെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകിയിട്ട് നാം അതിൽ നിന്നും തെന്നിപ്പോകുമ്പോൾ, അത് നഷ്ടപ്പെടുത്തി കളയുമ്പോൾ, അത് നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്ന അനീതിയല്ലേ? അതേ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന നല്ല അടിമകളാവാൻ നമുക്ക് ഈ ആയത്ത് പ്രേരണയാവേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന അടിമകളാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇബ്രാഹീമിലെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകുമെന്ന്. അതെ, നമുക്കറിയാം സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന്. അതേ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാനും അള്ളാഹു നമ്മിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ
അല്ലെങ്കിൽ ഒരേ ഉദ്ദേശം, ഒരൊറ്റ ആ ഒരു ഉദ്ദേശം മാത്രമേ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. എല്ലാ കർമ്മങ്ങളും, എല്ലാ വരമേൽപ്പിക്കലും, എല്ലാ സഹായ അഭ്യർത്ഥനയും ഏകനായ ഇലാഹിയായ അള്ളാഹുവിനോട് മാത്രമാവണം. അത് മാത്രമേ അള്ളാഹു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി നാളിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം അവതരിപ്പിച്ചപ്പോൾ ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നു അത്രേ, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് തന്നെയാണ്, അതുകൊണ്ട് എല്ലാ സ്തുതിയും നിനക്കത്രയെന്ന്. പ്രിയമുള്ളവരെ, ആ പാത തന്നെയാണ് നാം ഓരോരുത്തരും പിൻപറ്റേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതം തന്നെ. കാരണം അവനൊരു സന്തോഷം വന്നാൽ അതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അതിലൂടെ അവനൊരു വിജയം കൈവരിക്കും. അതുപോലെ പ്രയാസവേളയിൽ ക്ഷമ കൈകൊണ്ടുകൊണ്ട് അതിലൂടെയും അവൻ വിജയം കൈവരിക്കും. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് വിഷമവേളകളിലും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം ചോദിച്ചുകൊണ്ട്, എല്ലാ കർമ്മങ്ങളും അവന് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവണമെന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വാലിഹായ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.